എയർ ബ്യൂട്ടിഫുൾ സോൾസ്. ഞാൻ ഇന്നൊരു പുതിയ ഡെക്ക് വാങ്ങി. അപ്പോൾ എനിക്കത് ഇപ്പം തന്നെ ഇടണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. ഒരു മെസ്സേജ് ഓഫ് ലവ് ഒറാക്കിൾ എന്നാണ്. അപ്പം നിങ്ങളുടെ പ്രണയത്തിൻ്റെ നിൽക്കുന്നത്, അതായത് എവിടെ നിൽക്കുന്നു, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. കൺഫ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. എന്താണ് കൺഫ്യൂഷൻ? ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ് എന്നാണ്. അപ്പം നല്ലൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. കാരണം ഇപ്പോൾ ഒരു സംശയം, പേടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? എനിക്കത് ക്ലിയർ അല്ല. നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിനക്കെന്നോട് സ്നേഹമുണ്ടോ, അല്ല നീ എന്നെ വിട്ടുപോയോ, ഒന്നും എനിക്കറിയില്ല. അത് ക്ലിയർ അല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. ഹോൾഡിംഗ് ബാക്ക് എന്ന് പറയുന്നു. എന്താണ് ഹോൾഡിംഗ് ബാക്ക്? ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. കുറെ കൂടി നല്ല രീതിയിൽ ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യിക്കേണ്ടതായിരുന്നു, അല്ലെ ചെയ്യേണ്ടതായിരുന്നു നിന്റെ മുമ്പിൽ. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു. നിന്റെ സ്നേഹം എനിക്ക് നല്ലതുപോലെ മനസ്സിലായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്നെ ഹോൾഡ് ചെയ്ത് അവിടെ പിടിച്ചു വെച്ചു. ഞാൻ എക്സ്പ്രസ് ചെയ്തില്ല. ഓക്കെ, എൻ്റെ ഭാഗത്തെ ഒരു വലിയ തെറ്റാണതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി നെക്സ്റ്റ് കാർഡ് വരുന്നിരിക്കുന്നത് ഗിൽറ്റി ആണ്. ഓക്കെ, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. എന്താണ് പറയുന്നത്? ഗിൽറ്റി എന്ന് പറയുമ്പോൾ ചെയ്തു പോയ കാര്യത്തിലൊരു എന്താ പറയുക, ഗിൽറ്റി എന്ന വാക്കിന് അതിനകത്തൊരു എന്താ പറയുക, എനിക്കൊരു വിഷമമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഗിൽറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എടുത്തോളൂ. അതിന് പല അർത്ഥം, കുറച്ച് ഡീപ്പാണ് അതിൻ്റെ വേർഡ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. ഞാനിപ്പോൾ നല്ലപോലെ വേദനിക്കുന്നു, എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല ഗിൽറ്റ് ഉണ്ട്, വിഷമമുണ്ട്. എന്തിൽ? ദ ഡാമേജ്, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഈ ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ, അല്ലെ എൻ്റെതായ പലതും നഷ്ടപ്പെടുത്തി എന്നതിലുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ളതിൽ ഞാൻ വളരെയധികം വിഷമിക്കുന്നു. ഐ ഹാവ് കോസ്റ്റ്, ഞാനാണ് അതിന് കാരണക്കാരൻ, മറ്റാരും തന്നെ അല്ല. ഞാൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ അതിനെക്കുറിച്ചോർത്ത് ഞാൻ ഇന്ന് വേദനിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നൗ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് കൺഫ്യൂഷനുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.